കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ച ആയിട്ട് മത്തിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ മത്തി കറി വെക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ മത്തി എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ എൻ്റെ പിറ്റത്തെ ദിവസം അമ്മായിയമ്മ എനിക്ക് ഒരു ചട്ടി മത്തി തന്നു, കുഞ്ഞു മത്തി, മീൻ മുറിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ പോലെയല്ല, അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ മക്കൾക്കൊന്നും അതില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, കറിവേപ്പില, കുഞ്ഞുള്ളി ഇതൊക്കെ അരിഞ്ഞൊരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കാൻ ആവശ്യമായ തേങ്ങ, അതിനുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകവും. മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. എല്ലാ കറികളിലും മല്ലിപ്പൊടി ഇടാറില്ല. തേങ്ങ അരച്ച് വെക്കുന്ന കറികളിൽ എല്ലാവരും ഇടാറില്ല. പക്ഷെ ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കുടംപുളിയാണ് ഉപയോഗിക്കാറ്. പക്ഷേ എനിക്ക് പണ്ട് മുതലേ വാളംപുളി ഇട്ട കറി കൂട്ടി അതിനോടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വാളംപുളി തന്നെയാണ് അധികം ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ നന്നായി മഷി പോലെ അരയണം എന്നാണ്, നമ്മളെ കണ്ണിലെഴുതുന്ന മഷിക്ക് തുല്യം അരയണം എന്നാണ് മീൻ കറിക്ക് പണ്ടുള്ളവർ പറയൽ. അതായത് പണ്ട് നമ്മുടെ അമ്മായിയമ്മയെല്ലാം അങ്ങനെയാണ് പറയൽ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അത്യാവശ്യം മടിച്ചിയായിരുന്നു. വലിയ പണിയൊന്നും വീട്ടിലെടുക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഏച്ചിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലത്തെ പണിയെടുക്കുമ്പോൾ അവരെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പണികളും എനിക്ക് കിട്ടാറില്ല. നമ്മൾ പുറത്തുള്ള പണികളാണ് അധികം. അമ്മ വീട്ടിൽ നിന്ന് അധികവും അടുക്കളയിലുള്ള ജോലികൾ നമ്മളെ ഏൽപ്പിക്കാറില്ല. ഏൽപ്പിച്ചുള്ളത് സക്സസ് ആവില്ല എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് ശേഷമാണ് അടുക്കളപ്പണി, ശരിക്ക് അടുക്കളപ്പണിയും അതിൽ എത്ര ആൾക്കാരെ പരിപാലിക്കാനുള്ള ഒരു ഇതും കിട്ടിയത് കല്യാണത്തിന് ശേഷം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഞാൻ ഒത്തിരി അനുഭവങ്ങളിലൂടെ ആണ് കല്യാണശേഷം എൻ്റെ ജീവിതം പോയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയാൻ അപ്പം ഞാൻ മത്തിയും എൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മത്തി കൊണ്ടു തന്നു കേട്ടോ. ഒരു ചട്ടി മത്തി, അതും കുഞ്ഞു മത്തിയും, അതിന് ഒരു കത്തി എന്ന് പറഞ്ഞാൽ ഒരു മൂർച്ചം ലെവലേശമില്ലാത്ത കത്തി. ഈ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം പണിയൊന്നും അധികം എടുത്ത് വശമില്ലാത്ത ഞാനും ഈ മത്തിയും ഈ കത്തിയും കൂടി അംഗം തുടങ്ങി. കല്യാണ പന്തൽ കഴിച്ച ആൾക്കാരൊക്കെ പോയിട്ട് ഞാൻ ഈ മത്തിയും മുറിച്ചിട്ടിരിക്കുന്നുണ്ട് അത്ര. എനിക്ക് ആവുന്നില്ല. കുഞ്ഞു മത്തിയും അതും ഒരു ചട്ടി നിറച്ചുകൊണ്ട് ഇത് എത്ര ഞാൻ ശ്രമിച്ചിട്ടും ഇത് മുറിച്ച് തീരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 19 വയസ്സാണ് എൻ്റെ കല്യാണ പ്രായം. അപ്പം ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു സന്ദർഭമാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എത്ര മത്തി കൊണ്ടുവന്നാലും അതിന് ശേഷം ഞാൻ മിനിറ്റുകൾ കൊണ്ട് ക്ലീൻ ചെയ്ത് കറി വെച്ചിട്ടെടുക്കും. അങ്ങനെ ഒരു ഗുണം കൂടി അതിലുണ്ടായി. അതിൽ നിന്നൊരു വാശി ഉണ്ടായി. സത്യം പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കരകയറാനുള്ള ഒരു വാശി ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ ജീവിതത്തിൽ മുന്നേറൂ എന്ന് ഉള്ളൊരു പാഠം കൂടിയാണത്. അപ്പോൾ ഞാൻ കറി ഏകദേശം തിളച്ച് വന്ന സമയത്ത് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മത്തി ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. മത്തി ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കറിക്ക് നമ്മൾ ചെറിയ ഉള്ളി വറുത്തിടണം. അത് തൃശ്ശൂർ സ്റ്റൈലാണ്. ഞാൻ കറി വെക്കുന്നത് കണ്ണൂർ സ്റ്റൈലാണെങ്കിലും ഇതൊക്കെ തൃശ്ശൂർ സ്റ്റൈലിൽ നിന്ന് കട്ട് ഞാനിപ്പോൾ തൃശ്ശൂരും കണ്ണൂരും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കറിയാണ് വെക്കൽ ഗൈസ്. അപ്പോൾ ഇത് കണ്ണൂർ മീനിന് വറുത്തിടലില്ല, പക്ഷേ തൃശ്ശൂരിൽ മീനിൽ വറുത്തിടും. അപ്പം സവാള വറുത്തിടും, കുഞ്ഞുള്ളി. അപ്പോൾ അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് തട്ടുക. അപ്പോഴാണ് മക്കൾ പറഞ്ഞത് കുറച്ച് മീനിൻ്റെ മുട്ട ഉണ്ട്, മത്തീൻ്റെ മുട്ട ഉണ്ട്, അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ട്, സവാളയല്ല കുഞ്ഞുള്ളിയാണ് വേണ്ടത്. കുഞ്ഞുള്ളി കുറവായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് സവാള കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ചീനച്ചട്ടിക്ക് ഒരു കഥയുണ്ട്. ഈ ചീനച്ചട്ടി എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ്. ഇത് അച്ഛൻ വാങ്ങിയ ചീനച്ചട്ടി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല. എങ്കിലും അച്ഛനും അമ്മയും തരുന്ന ഓരോ സാധനങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഒരുപാട് വില കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെയുള്ള അടികട്ടിയുള്ള പാത്രം തന്നെ ഈ മുട്ടയൊക്കെ വേവിക്കുമ്പോൾ എടുക്കണം കേട്ടോ. മീനിൻ്റെ മുട്ടയൊക്കെ കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനം അടിച്ചട്ടിയുള്ള ചീനച്ചട്ടി പോലെയുള്ള സാധനങ്ങൾ
അടിച്ചട്ടിയല്ല, അടി കട്ടിയുള്ളത് കേട്ടോ. അതിനിടയിൽ കപ്പ ഉണ്ടായിരുന്നു. കപ്പ ബാക്കിയൊക്കെ കേടായി വന്ന് 3 പീസ് മാത്രമേ നല്ലതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് കോഴിക്കാലുണ്ടാക്കാമെന്ന് പറഞ്ഞു. മലബാർ സ്റ്റൈൽ കോഴിക്കാൽ കപ്പ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി എനിക്ക് മാറ്റിയിട്ട് ഡബ് ചെയ്യാനൊന്നും കഴിയില്ല ഗൈസ്. നിങ്ങൾ ഇതൊക്കെ സഹിച്ചിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ മുത്തുമണികൾ എന്നെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്, സവാളയല്ല കുഞ്ഞുള്ളിയാണ് ആദ്യം വേണ്ടത്, പക്ഷേ കുഞ്ഞുള്ളി ഇല്ലായിട്ട് ഞാൻ സവാളയാണ് കുത്തി അരിഞ്ഞെടുത്തത്. അപ്പോൾ അത് ഓയിലിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. മുട്ട ആദ്യം നമ്മൾ കുറച്ച് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട്, മല്ലിപ്പൊടിയല്ല, ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോഴത്തേക്ക് പിള്ളേർ വിശന്നു എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ വേഗം തന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായി. വേഗം തന്നെ കറിയൊക്കെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട്. ഇനി ഞാൻ മീൻ കറി വെക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുള്ളി അതിലേക്ക് ഇടണം, കുറച്ച് കുഞ്ഞുള്ളി ഇടണം, കുഞ്ഞുള്ളി ഇടണം. വറുത്തിട്ട് നമ്മൾ ഇടുന്നത് തൃശ്ശൂർ സ്റ്റൈലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം.